ശ്രമത്തിനിടയിൽ 48 ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ബംഗാൾ അതിർത്തിയിൽ പിടിയിലായി. പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരിൽ കനത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഇവർ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങാൻ കൂട്ടത്തോടെ അതിർത്തിയിലെത്തിയിരുന്നത്. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബസിർഹട്ട് അതിർത്തി വഴി ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിച്ച 48 പേരെ BSF ആണ് പിടികൂടിയത്. ശനിയാഴ്ച രാത്രി 15 പേരെയും ഞായറാഴ്ച 33 പേരെയുമാണ് അതിർത്തി രക്ഷാസേന പിടികൂടിയത്. തുടർന്ന് BSF ഇവരെ സ്വരൂപ നഗർ പോലീസ് സ്റ്റേഷന് കൈമാറി. അറസ്റ്റിലായ ബംഗ്ലാദേശികൾ പശ്ചിമ ബംഗാളിന്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും ചില ഭാഗങ്ങളിൽ വീട്ടുജോലിക്കാരായും മറ്റ് തൊഴിലാളികളായും ജോലി ചെയ്തു വന്നിരുന്നവരായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ SIR പ്രഖ്യാപനത്തെ തുടർന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട് തോറും സന്ദർശിച്ച വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിക്കാൻ ആരംഭിച്ചതോടെ തങ്ങളെ പോലീസ് പിടികൂടി ജയിലിലാക്കുമെന്ന ഭയത്തെ തുടർന്നാണ് ഇവർ അതിർത്തി കടക്കാൻ ശ്രമിച്ചിരുന്നത്. അതേസമയം ഉത്തർപ്രദേശിലെ ജൗൻപൂരിലെ മുർഖി ഗ്രാമത്തിൽ 200-ലധികം റോഹിംഗ്യൻ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ താമസിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. BJP നേതാവ് സംസ്ഥാന ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പദക്കിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് റോഹിംഗ്യകളെ കണ്ടെത്തിയിരുന്നത്.